തൊലിക്കെട്ടി പറഞ്ഞ സാധനം അവനില്ല. അപ്പൊ എന്ത് ചെയ്യാം? നീ പറയുന്ന കോമഡിക്ക് ചിരിക്കാൻ ഞാനേ അടുത്തുള്ളൂ. കല്യാണാലേക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഇഫ്താർ മീറ്റ് നമ്മുടെ ഓഫീസിലെ എല്ലാവരും ചേർന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ നമ്മുടെ ചേച്ചിമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. പിന്നെ സാബിത്താണ് നമ്മുടെ റൂഹഫ്സ കലക്കുന്ന ആള്. ചമര ഞാൻ അൻവർ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആയത് അവിടെ കാണിച്ചു കൊടുത്തേ. 5 വർഷം കഴിയുമ്പോൾ 2 മുറ്റത്ത് കിടക്കും. ആ, അപ്പൊ ശരി, നമുക്കിപ്പോൾ എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ പരിപാടീസ് എന്താണെന്നൊക്കെ. ഗൈസ്, അപ്പോൾ നമ്മുടെ അണിയറയിൽ കുറേ പരിപാടി നടക്കുന്നുണ്ട്. ചായ, റൂഹഫ്സ, പല പലഹാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ മന്തി, അതും മെഹ്റാബിലെ മന്തി, മട്ടൻ മന്തി നമ്മൾ അടിച്ചിട്ട് നോമ്പ് തുറക്കാൻ പോവാം. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ വെള്ളം കലക്കലും കുറച്ച് അൽക്കുലത്ത് പണികളുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. ഇവരുടെ ഇവന്റ് നമുക്ക് ഫുള്ളായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാനും ഈ വീഡിയോ എടുക്കുന്ന മുത്താറും ഒരു ആവേശത്തിൽ ഏറ്റുപോയ പരിപാടിയാണ് ഈ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പാറക്കൽ തറവാട് കണ്ടിട്ട് നമ്മൾ ഇത് ഒന്ന് റെഡിയാക്കാന്ന് ഓർത്താ. പക്ഷെ പിന്നെ മനസ്സിലായി ഇത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ഇവരെ ഏൽപ്പിച്ചു. നമ്മൾ പ്രതീക്ഷേനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഇനി രാത്രിയുള്ള വിഷ്വൽസ് വേറെ നമ്മൾ കാണിക്കും കേട്ടോ. ഇനി ഇത് ഫുള്ളൊന്ന് നമ്മൾ ഇതിനകത്ത് ഇരുന്ന് ഫുഡ് കഴിക്കും. പിന്നെ ഈ സെപ്പറേറ്റ് നമുക്ക് ആഡ് ഓൺ ചെയ്ത് തന്ന ഈ ടെക്സ്ചറുള്ള ഉടുപ്പ്, മേശവിരി എന്നൊക്കെ പറയും, മേശയ്ക്ക് ഇടുന്ന ഉടുപ്പ്, ഇതൊക്കെ നമ്മൾ വൈകുന്നേരം കാണിക്കാം. ഓക്കെ, കമോൺ. അപ്പൊ നമ്മള് ഫസ്റ്റ് എന്നെ കുറിച്ച് ദിയ എന്താ പറയുന്നത്? ദിയ പറയാം. അൻവർക്കാന്ന് പറഞ്ഞ ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇത് ഒരുമാതിരി സത്യം പറഞ്ഞാൽ ഇവൾക്ക് 5 മിനിറ്റ് കഴിഞ്ഞേ നമ്മൾ പറയുന്ന കോമഡി മനസ്സിലാവുള്ളൂ. 10 മിനിറ്റ് കഴിയാതെ ട്യൂബ്ലൈറ്റ് ആണ് ഇവള്, വെറും ട്യൂബ്ലൈറ്റാ അല്ലേ? നീ പറയുന്ന കോമഡിക്ക് ചിരിക്കാൻ ഞാനേ അടുത്തുള്ളൂ. അല്ല, ഞാൻ ചില സമയത്ത് ഇവളുടെ സ്റ്റാൻഡേർഡിനുള്ള കോമഡികൾ പറയാറുണ്ട്. വാ, ഇങ്ങോട്ട് വാ. നന്നാവട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും നല്ലത് വരുത്താൻ മാത്രമേ പറയാറുള്ളൂ. ചെക്കനും അതേപോലെ കുറച്ച് ഫണ്ണ ചൈൽഡ്ഹുഡിൽ ചെയ്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റും. സ്റ്റോറികള് നമ്മള് ചൈൽഡ്ഹുഡിൽ അറിയാത്ത പ്രായത്തിൽ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തിരുത്തിയിട്ട് ഇപ്പൊ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ തെറ്റുകൾ എന്താന്ന് 2 പറഞ്ഞത്. ആ ഒരു ഫ്രൂട്ട് എടുത്തിട്ട്, പഴം എടുത്തിട്ട് അകത്ത് ബ്ലേഡ് വെച്ചിട്ട് കുരങ്ങനെ തിന്നാൻ കൊടുത്ത ആളാണ് ഈ പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ അയാളോട് ദേഷ്യപ്പെടാനില്ല, എന്നും സ്നേഹമാണ്. ഓക്കെ, ഇനി അടുത്ത ഇതെന്താ പറയാ, ഓരെന്താ പറയാ, മന്തി കൊണ്ടുവരുന്ന പ്ലേറ്റ് ആയതുകൊണ്ട് മന്തി പിടിച്ചു. മന്തിനെ കുറിച്ച് പറഞ്ഞ എന്തിന്? മന്തി എന്ന് പറയാം ഒതന്റിക് യമനി മട്ടൻ മന്തി. ശരിക്കും ഇവനാണ് ഇവൻ ഈജിപ്തിൽ നിന്ന് വന്നവനാണ്. ഈജിപ്തിൽ നമ്മുടെ അറബ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ആളാണ് ഇവൻ. പക്ഷെ 5 പൈസയുടെ ഗുണമില്ല ഇങ്ങനത്തെ ഫുഡ് കണ്ട. സംഭവം എന്താ വെച്ചാൽ എന്റെ അറബി ആർക്കും തിരിയൂല, അതുകൊണ്ടാണ് പറയണത്. അറബിലൊരു വിഷു പറഞ്ഞു എനിക്ക്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ് എന്റെ റഹീമിക്ക. അപ്പൊ എല്ലാരും ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ അറബിലൊരു വിഷു ഇറങ്ങി പിള്ളേരിട്ട് നമ്മുടെ സുഹൃത്തായിട്ടുള്ള എന്താ പറയാ അൻവർജി തുടങ്ങിയ പുതിയൊരു യൂട്യൂബ് ചാനലായിരുന്നു. അതിന് എല്ലാവിധ ആശംസകളും. അപ്പൊ നമുക്കിപ്പോ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. ഇനി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഞെക്കി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോമ്പൊന്നും വെക്കില്ല, എന്നിട്ട് എല്ലാം കഴിച്ചുകൊണ്ട് പോകും. ടെസ്റ്റ് ചെയ്തതാണ്. ഇവിടെ നോമ്പില് നമുക്ക് എന്താ വെച്ചാല് ഇറച്ചി കഴിക്കാൻ പാടില്ല, പക്ഷെ മുട്ട എന്റെ ഇവളെല്ലാം കഴിക്കും. ഫിഷ് കഴിച്ചു, ഇവള് ഫിഷ് കഴിക്കും, മുട്ട കഴിക്കും. കത്തോലിക്ക സഭയിൽ അപ്പൊ നമ്മള് ഒരാളെ കൂടെ പറയണം. നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യും. അതിന് അവൻ ആശാനാക്കും. ഇത് നമ്മള് ഹോംമെയ്ഡ് കരിക്കഞ്ഞി എന്നൊക്കെ പറയും. ഇത്
ഇത് കുറച്ച് റിച്ച് ആട്ടോ. ഇതിൽ കുറച്ച് അള്ളിപ്പരിപ്പ്, പിന്നെ സേമിയ, അങ്ങനെ കുറെ ഐറ്റംസ്. എവിടെ തിരിക്കാനോ നീയാണല്ലോ ജോത്സ്യന ചവച്ചോണ്ടേയിരിക്കും. എവിടെ മോളെ നോമ്പ്, ഇത് നോമ്പോറ ഇഫ്താർ മീറ്റാ. മോലാളിയാണ് നമ്മുടെ മോലാളിയാണ്. അപ്പൊ ജോത്സ്യനാണ് നമ്മുടെ എല്ലാ ഫുഡും നോമ്പ് വെക്കാതെ ടേസ്റ്റ് ചെയ്യുന്ന ആള്. എല്ലാം ടേസ്റ്റ് ചെയ്യുള്ളൂ, എല്ലാം ടേസ്റ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇപ്പൊ പകുതി തീർത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കമ്മിയുടെ ഇന്നത്തെ എല്ലാ വരുന്ന നിക്ക് പോവല്ലേ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുവാ ഇന്നോട്ട്. അപ്പൊ നമ്മുടെ ഈ വലിയൊരു ഇഫ്താർ നമുക്ക് സെറ്റാക്കി തന്ന ഷാമിലിന് 2 രൂപ ഇത് പ്രത്യേകം നന്ദി പറയുന്നത് എന്താണെന്നറിയാം, ആ വത്തക്ക 2 പീസ് അരിഞ്ഞിട്ടുണ്ട്. അതിന് വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് ചെയ്തു തന്നിട്ടുണ്ട് ഷാമിലിന്. വെള്ളം ഇങ്ങനെ ഒഴിച്ചു, കസ്റ്റസ് കലക്കി, അതൊക്കെ വലിയ പരിപാടികളെല്ലാം ഷാമിലിമാൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, എല്ലാവർക്കും ഒരു വിഷും കാര്യങ്ങളൊക്കെ പറഞ്ഞോ. ഒരു ചെറിയ ഫംഗ്ഷൻ ആയിട്ട് നടത്താറുന്ന ഇഫ്താർ ഇത്രയും കളറാക്കി മാറ്റിയവരോട് എല്ലാവരോടും എന്റെ നന്ദി. നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ, നമ്മുടെ എല്ലാം ടീം വർക്കാണ് ഇതില്. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ ഓഫീസിലേക്ക് പോവാം. നമ്മള് ഓഫീസിന്റെ അകത്ത് ഈ പണി കണ്ടാ, ഈ പണി എടുക്കുമ്പോ എനിക്ക് ഇവാന്റെ ചെയ്യണേ. ഞാൻ സ്കെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ടേ. തുറന്നു കൊടുക്ക. നമ്മുടെ പരിപാടി, ഇനി മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാതെ ഫുഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തേക്കുന്നത് ഇഫ്താർ മീറ്റാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ, കമ്പനിയിലെല്ലാവരും ഉണ്ട് തൊട്ട് നമ്മുടെ ഏറ്റവും താഴെ നമ്മളെ ചെറിയ രീതിയിൽ സഹായിച്ചത് വരെ ഈ ഇഫ്താർ മീറ്റിലുണ്ട്. ഈവൻ നമ്മുടെ സോഷ്യൽ മീഡിയ ടീമിൽ പുറത്തു കൊടുത്ത സോഷ്യൽ മീഡിയ ടീം വരെ നമ്മുടെ ഈ പരിപാടി ഇപ്പം മട്ടനും ചിക്കനും, ചിക്കൻ മന്തിയും ഉണ്ട്, മട്ടൻ മന്തിയും ഉണ്ട്. പിന്നെ കൂടാണ്ട് തന്നെ എനിക്കിത് ഈ സൈഡിൽ അങ്ങനെ നമ്മുടെ നോമ്പൊക്കെ സമയമായിട്ടുണ്ട്. ഇനി ആകെ 1 മിനിറ്റും കൂടെ ഉള്ളൂ. ആംബിയൻസ് ഒക്കെ കൊള്ളാട്ടോ, സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സാവി നോമ്പില്ല അവനിക്ക്, അവൻ ഉച്ചയ്ക്ക് നോമ്പ് കിട്ടാനാണ്. അവനെങ്ങനെ നോമ്പ് ഒരു ക്ഷീണമില്ലല്ലോ സാവി മൂത്ത്. വാങ്ങിച്ചു മോനെ എന്തോ സാധനം തോന്നിട്ട് കുഴപ്പമില്ല, അടിപൊളി. ഫിറോസ്ക്ക് ഉണ്ടാക്കൂല അതേമാതിരി. ഞാനല്ല, ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം പറയട്ടെ. എനിക്ക് പറയാം, ഞങ്ങൾ ബൾക്കായിട്ട് റോബ്സിന്റെ ഓർഡർ എടുക്കുന്നുണ്ട്. ആർക്കാണ് ആവശ്യം കോണ്ടാക്ട്, നമ്മൾ നല്ല കിഡിലെല്ലാം സാധനം കൊടുക്കും. നല്ല റിഫ്രഷിംഗ്, ഒതന്റിക് ടേസ്റ്റ്. ഇതേ ഉണ്ടാക്കിയത് അവനാ, പക്ഷെ ടേസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ആണ് പറഞ്ഞു ഞാനാ. എന്റെ എന്താ പറയണ്ടേ? അടിപൊളി, എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? എന്ത് പറയാനാ, ഭയങ്കര ടയേർഡായിരുന്നു. ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എനർജി വന്നു. സാബിത്ത് റൂഹഫ്സ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സാബിത്തിൻ്റെ റൂഹഫ്സയുടെ
റിവ്യൂ നമുക്ക് കേൾക്കാം. സ്ഥാപനത്തിൻ്റെ റൂഫ്സാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കൊള്ളായിരുന്നു. അത്യാവശ്യം നമ്മൾ കുറച്ച് ഊക്കി വിട്ടെങ്കിലും നല്ല രീതിയിൽ അവനത് ചെയ്തു. അപ്പോൾ നമുക്കിനി ബ്ലോഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പറയാം. ഫുഡ് അടിക്കാം. ഫുഡ് പരിപാടിനെ പറ്റി പറഞ്ഞു. പരിപാടിനെ കുറിച്ച് എങ്ങനെയുണ്ട് പരിപാടി? അങ്ങനെ വെറും സൂപ്പർ അല്ല, ബാക്കി എന്തെങ്കിലും പറഞ്ഞു പൊലിപ്പിച്ച് പറയേ. നല്ല രസമുള്ള പരിപാടിയാണ് അല്ലേ? ഏതാ ഈ പരിപാടി ഫുള്ള് കോർഡിനേറ്റ് ചെയ്ത് ഇതാക്കി തരാമെന്നറിയാമോ? ഞാൻ ഈ എല്ലാத்தைയും പറയണം കേട്ടോ. ഓക്കെ, മന്തി കഴിച്ച് നമുക്ക് മന്തി കഴിക്കുമ്പോൾ ഇനി മന്തിയുടെ റിവ്യൂ പറയാൻ പറ്റുമോ? ഗൈസ്, നമ്മുടെ ഫുഡിലേക്കുള്ള വാവ്, ഇവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടോ ഈ പീസെല്ലാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വരാം. എല്ലാവരും ഫുഡ് കഴിക്കാം. നമ്മൾ ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ലീവ് മേടിച്ചിട്ട് പോവാം. അതാണ് അതിൻ്റെ ഒരു ശരിയായ വശം. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു, ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നു, നാളെ ഒരു ലീവ് മേടിക്കുന്നു. അപ്പം മാഷാ അല്ലാഹ് റാഹത്തായി ഇത് ദിവസം അല്ലേ? മട്ടൻ്റെ റിവ്യൂ കഴിക്കുന്നുണ്ടൊക്കെ ഞാൻ വന്നോളാം. കൊതി വിട്ടിരിക്കുന്നുണ്ട് ഇവിടെ. ദിയ കൊതി വിട്ടിരിപ്പുണ്ട്. വെച്ച് പാവന്തിയ നോമ്പായതുകൊണ്ട് തന്നെ ഇതിൽ മട്ടനും ഒന്നും വീഴാറില്ല. ദിയയുടെ മട്ടൻ മുമ്പിലിരുന്ന് നമ്മൾ ചില്ലി ഗോബി കഴിക്കുന്നു. ചിക്കൻ്റെ മനസ്സിൽ ധ്യാനിച്ചു. അപ്പോൾ ദിയയുടെ മട്ടനും ഞാൻ എടുക്കാൻ നോക്കും. തരികയില്ല എനിക്ക് സമ്മതത്തോടെ. രണ്ട് റമദാനുള്ള മന്തി മുതലാക്കിക്കൊണ്ട് സാബി മുന്നേറുന്നു. പാവം കേട്ടോ. ഡെക്കറേഷൻസ് ആണ് ഏറ്റവും അടിപൊളി. നമ്മുടെ മുക്താർ, നമ്മുടെ മുത്ത് പൊളിച്ച്. മൈക്ക് മന്തിയിൽ വീണു. എന്നാലും നമ്മള് ഡെക്കറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻവർ മുത്താറും ഉണ്ടല്ലോ. അൻവർ മുത്താറും ഉള്ളതുകൊണ്ട് മാത്രം പരിപാടി ഇത്ര സെറ്റായി. എനിക്കൊരു നീതിയില്ല. ഇത് ശരിക്കും പറയാൻ മുത്താറിന്റെ ഐഡിയ ആണ്. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഡെക്കറേഷൻ. പിന്നെ ഈ നടുക്കൂടുള്ള ബലൂൺ അത് ഋഷയുടെ വക കേട്ടോ. പിന്നെ ആ തൂണിന്റെ വേണ്ടി ഇരിക്കുന്ന കുഞ്ഞു ലൈറ്റ് അതെന്റെ വക. അങ്ങനെ നമ്മൾ മൂന്ന് പേരെയും കഠിനമായ പ്രയത്നവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഈ ഫുഡ് കഴിച്ച എല്ലാ പാത്രവും അൻവറുകൾ അടിപൊളിയായിരുന്നു. സൂഫി ഡെക്കറേഷന്റെ അടിപൊളിയായിരുന്നു. ഫുഡ് നല്ല ഫുഡായിരുന്നു. മന്തി പ്രത്യേകിച്ച് മട്ടൻ നല്ല പീസ് തന്നെ ഫസ്റ്റ് എടുത്തോണ്ട് കിട്ടി. വയറൊന്ന് കാണിച്ചോളൂ. ഫുള്ളായിട്ട് എനിക്കൊന്നും പറയാ, കൂടുതലൊന്നും പറയാനില്ല. എന്റെ വയറ് കണ്ടാ മതി. തടവി കാണിച്ചോട്, തടവി കാണിച്ചോട്. ഓക്കെ, നമ്മളെല്ലാ വൈബിനും കൂട്ടിരിക്കുന്ന ഒരാളെടുത്ത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതല്ല ഗൈസ്, ആ ചോർന്ന് ഹൈ പ്രോട്ടീൻ റൈസ് സാബിത്തിന് ചെയ്യട്ടെ. വേറെ എന്താ പറയണ്ടേ? അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഡെക്കറേഷൻ സെറ്റ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് എന്താണ് ഇഫ്താർ ആഘോഷിക്കണം. ഫസ്റ്റ് ടൈം. അതിന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഇഷ്ടായി. ഫുഡ് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് ഇഫ്താർ ആണ്. അടിപൊളിയാണ്, ഡെക്കറേഷൻ ഒക്കെ അടിപൊളി, സെറ്റ് അടിപൊളി, സൂപ്പർ, നൈസ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി സമ്മതിച്ചു. ഭയങ്കര നൊസ്റ്റാൾജിക്. നാട്ടിൽ വന്നിട്ട് ഉറപ്പായിട്ടും കമ്പനി വക പ്രത്യേക അഭിനന്ദനങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. ഇല്ല, പ്രത്യേക റിവാർഡുകൾ നമ്മൾ പ്രത്യേക ഫംഗ്ഷനുകൾ വെച്ച് തരുന്നതായിരിക്കും. ക്യാമറ ഓഫ് ചെയ്താ പറയാം. പോവാ, യൂബർ വിളിച്ചിട്ടുണ്ട്. ഓ അങ്ങനെ നമുക്ക് വേണ്ടി ചെയ്തു തന്ന അൻസാറിനും എന്റെയും കമ്പനിയുടെയും മുക്താറിന്റെയും പേരിൽ നന്ദി അർപ്പിച്ചിട്ടുണ്ടെന്ന്.
തൊലിക്കെട്ടി പറഞ്ഞ സാധനം അവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ കുറച്ചുകൂടെ കഴിഞ്ഞോളെ. എടാ ഇവിടെ നിൽക്കി പറയാൻ പറ്റോ? ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി ഞാൻ വേറെ എവിടെ കണ്ടത്? ഇത് കാണ്ടാമൃഗത്തിന് തൊലിക്കട്ടിയാ. ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി എന്മിഴിക്കും. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. മന്തിയെല്ലാം തിന്ന് 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 അടുത്ത് പോയി. നല്ല ടേസ്റ്റുള്ള മതി. കാര്യമായിട്ട് പറയുന്നത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തോണ്ട് പറയില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്നതിന്റെ ഭാഗം. ബൈ ഗൈസ്, സൈൻ ഔട്ട് ഫ്രം അൻവർ റാഷിദ്. അൻവർ റാജി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കുത്തി പൊട്ടിക്കുക. ഇങ്ങനെയൊക്കെ പൊട്ടിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെറിയ ചെറിയ ഫൺ മൊമെന്റ്സ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യും. ഫുൾ ഫണ്ണായിരിക്കും നമ്മുടെ ലൈഫിൽ. ഫണ്ണ് മാത്രം, നോ വിഷമം കേട്ടോ. ഇനി വിഷമം ഉണ്ടായാലും അത് നമ്മൾ ഫണ്ണായിട്ട് എടുക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.